ഇരു ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയിണയരയന്നങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളകൂജനഗാനമുതിർത്തു ഇരു ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയിണയരയന്നങ്ങൾ. എന്താ ശബ്ദം തകർച്ചയേട്ടാ. ഞാനേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടി ഒരാൾ കാപ്പി ഉണക്കുന്ന കണ്ടപ്പോഴത്തേക്ക് വെറുതെ കയറിയത്. അതാ ഈ ശബ്ദം അടുത്തുനിന്ന് കേട്ടപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ശബ്ദം. ഞാനിവിടെ വന്നപ്പം കൊല്ലത്തു നിന്നാണ് വരുന്നതെന്ന് പറയുമ്പം ഏറ്റവും ആദ്യം ചോദിച്ചത് കലോത്സവം കൊള്ളായിരുന്നില്ലേ, സൂപ്പറായിരുന്നൊക്കെ. ഇത്തവണത്തെ കലോത്സവത്തിന് ഒരു പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, ഇവിടെ ഇങ്ങനെ കൃഷി എടുക്കുന്ന ഒരാൾ ഇത്രയൊക്കെ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ ഉണ്ടാകണം. പക്ഷെ അവസാനം എനിക്കത് പിടികിട്ടിയത് ഇദ്ദേഹം ഒരു നല്ല പ്രതിഭയാണ് എന്നുള്ളതാണ്. തങ്കച്ചേട്ടാ, പാട്ട് പാടി അങ്ങനെ പോകാൻ എപ്പോഴെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടോ, അതോ ഇവിടുത്തെ ഒരു കൃഷിയിൽ തന്നെ ജീവിതം? അല്ല, നമ്മള് മറ്റ് എവിടെയെങ്കിലും ടൂറെല്ലാം പോകും അങ്ങനെ. അല്ലാതെ പാട്ട് വേറെ സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് പാടി എല്ലാവരെയും അത് കാണണമെന്നും അങ്ങനെ അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യണമെന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ വേദികൾ കുറവല്ലേ, വേദികളില്ലാത്തതാണ്. അതെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു ചുറ്റുപാടിൽ തന്നെ ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഇതിന് പുറത്തേക്കൊരു ലോകത്തേക്ക് എത്താൻ പറ്റുന്നില്ല അല്ലേ? രാവിലെ എണീക്കുക, പണികളല്ലേ. രാവിലെ റബ്ബർ വെട്ടാനുണ്ട് കുറച്ച്, അത് വെട്ടും. രാവിലെ ആദ്യം റബ്ബർ വെട്ട്, അതിനുശേഷം കാപ്പിയും. അത് കഴിഞ്ഞ് കാപ്പിന്റെ പണി, കുറച്ച് വാഴയുണ്ട്, വാഴ ഇതൊക്കെ താഴെ കടന്നൊക്കെ കംപ്ലീറ്റ് കൃഷി അല്ലേ? അപ്പൊ ഈ കൃഷിയിടത്തിലേക്ക് വരുമ്പോ താങ്കളുടെ കൂടെ ബാലൻചേട്ടനും ഉണ്ട്. ബാലൻചേട്ടാ എന്തുണ്ട്? ബാലൻചേട്ടനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ പോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാണ്. ഞാൻ ചോദിച്ചേ ബാലൻചേട്ടാ എത്ര വയസ്സുണ്ടെന്ന് വെച്ചപ്പോ ഉണ്ടല്ലോ പെട്ടെന്ന് ഒറ്റയടിക്ക് പറയാണ് 50 വയസ്സാകുന്നേ ഉള്ളെന്ന്. ഞാൻ ഇപ്പൊ കേട്ടാ 80 വയസ്സല്ലേ എന്ന്. അപ്പൊ സമ്മതിച്ചു തരാൻ വലിയ പാട്. അത് ശരിയാണ്, അത് പെട്ടെന്ന് ചോദിക്കുമ്പോ പിന്നെ ഉത്തരം കിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും വയസ്സൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ ഒരാളെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും. ബാലചേട്ടനെ പോലുള്ള ആൾക്കാരെ കാണുമ്പോ. വയസ്സിനെ നമ്മൾ നോക്കണ്ട, അതെ നമ്മൾ ആരോഗ്യം പോലെ എങ്ങനെ മുന്നോട്ട് അങ്ങനെ പോകും. അതായത് ജനിച്ച പ്രായം മുതൽ അധ്വാനി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ജനിച്ച പ്രായം മുതൽ അധ്വാനിക്കുന്ന പറയാം. അതാണ് ഇവിടത്തേക്ക് ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അല്ലേ? ഇന്നും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. നല്ല ആരോഗ്യത്തോടെ പോട്ടെ കേട്ടോ. നിങ്ങളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം. അപ്പൊ തങ്കച്ചി ചേട്ടാ, നമ്മൾ ഈ കാപ്പിയെ കുറിച്ച് കൂടെ ഒന്ന് പറയണം. ഈ കാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേതാണ്, ഇത് ഏത് ടൈപ്പ് കാപ്പിയാ? ഇത് റോബസ്റ്റ ഇനം. റോബസ്റ്റ ഇനമാണ്. അപ്പൊ റോബസ്റ്റ ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ കാണുന്ന പുരയുടെ എല്ലാം തങ്കച്ചേട്ടന്റെ? അതെ, സെക്കൻഡ് ടൈമിൽ പറിച്ചതാണ്, രണ്ടാമത്തെ പ്രാവശ്യം. ഇത് ഒരു പ്രാവശ്യം ഇതിനു മുന്നേ പറിച്ചത് ഉണങ്ങി വെച്ചതുണ്ട്. അപ്പൊ ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ കൊണ്ടു നടന്നാൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാകുകയുള്ളൂ. കൃത്യമായ പരിചരണങ്ങൾ കൊടുക്കണം. അതെ അതെ, ഇത് കംപ്ലീറ്റ് തങ്കച്ചി ചേട്ടന്റെ അധ്വാനമാണ് ഇത് അല്ലേ? കാപ്പി പൂർണ്ണമായിട്ട് ഇല്ലേ? അപ്പൊ ഇത് അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും? ഇപ്പൊ അത്യാവശ്യം കാപ്പിക്ക് വിലയുണ്ട്, ഇപ്പൊ വിലയുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ഉണക്കി കൊടുക്കാവുന്നത് വരെയാണ്. അതെ. പിന്നീട് ഇത് പല കമ്പനികള് നമ്മുടെ പരസ്യമൊക്കെ കാണുന്ന പോലെ വലിയ വലിയ കമ്പനികള് നമ്മുടെ മുമ്പിലേക്ക് ഈ പാക്കറ്റിൽ എത്തിക്കുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയ അധ്വാനം എന്ന് പറഞ്ഞതാണ്ട് ഇവരെ പോലുള്ളവരുടെ അധ്വാനമാണ്. പക്ഷെ നമ്മൾ അതൊന്നും അറിയുന്നില്ല. നമ്മൾ ആ പരസ്യങ്ങളും അതിന്റെ ബ്രാൻഡ് നെയിമും ഒക്കെ കാണുന്നുണ്ട് അല്ലേ? അതാണ് നമ്മുടെ മുമ്പിൽ എത്തുന്ന കാപ്പി എന്ന് പറയുന്നത്. കാപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ട, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം അല്ലേ? അപ്പൊ ഇപ്പൊ ഇങ്ങനെ വന്ന് കണ്ടതിൽ സന്തോഷം. ഇപ്പൊ പൂത്തിട്ടേ ഉള്ളൂ, ഇനി ഇത് ഈ പൂ ഉണങ്ങി കഴിയുമ്പോൾ നനയ്ക്കണം. ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക, എനിക്ക് എന്നെ ഇവിടെ ഞാനിപ്പം തൊട്ടടുത്താണ് താമസിക്കുന്നത്, വയനാട്ടിൽ വന്ന്. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് പാലുകുന്ന് എന്ന സ്ഥലത്ത് വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷം നൽകിയ ഏറ്റവും വലിയൊരു കാഴ്ച ഈ വീടാണ്. ഈ വീട്ടിലൊന്ന് കയറി, കാരണം പുറത്ത് ഇപ്പം അത്യാവശ്യം ചൂടുണ്ട്. ആ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പം AC യിൽ കയറി ഇത്രയധികം സുഖം കിട്ടത്തില്ല, സത്യം പറയാമല്ലോ. അതായത് ഈ ചൂടത്തുനിന്ന് AC കയറി നമുക്ക് ഈ ഒരു സുഖം കിട്ടത്തില്ല. അത്രയധികം പെട്ടെന്ന് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം കൂടെ വല്ലാത്തൊരു കുളിർമ. ഇവിടെ ഫാനില്ല, ഒന്നുമില്ല, യാതൊരു വിധത്തിലൊന്നുമില്ല, കറണ്ട് പോലും ഇല്ലാത്ത വീട്.
ചെളിയിലാണ്, ഇത് ചെളിയിലാണ്, പൂർണ്ണമായിട്ടും ചെളി കെട്ടിയിരിക്കുന്നു. പഴയ കട്ട, ഓട് ഒന്നും തന്നെ ഇല്ല. കറണ്ട് ഇല്ലാത്ത വീട്. 45 വർഷത്തിന് അതെ അതെ മുകളിൽ വർഷം പഴക്കമുണ്ട്. അപ്പൊ അതുപോലെ ഒരു വീട് കണ്ടപ്പോ ആ വീടൊന്ന് കാണണമെന്ന് തോന്നി. വീടെല്ലാം കയറി കണ്ടപ്പോൾ മനസ്സിന് പണ്ടത്തെ കുറെ ഓർമ്മകൾ വന്നു. പിന്നെ താണ്ട ഈ പറയുന്ന പോലെ തങ്കച്ചി ചേട്ടന്റെ പാട്ടും കാപ്പിയും ഇവിടുത്തെ കൃഷിയും ബാലൻ ചേട്ടന്റെ ചിരിയും എല്ലാം കൂടെ ആയപ്പോൾ തൃപ്തിയായി. വയനാട്ട് യാത്രയിലെ ഏറ്റവും നല്ലൊരു ഓർമ്മയായിട്ട് ഈ ഇന്നത്തെ ഈ ഒരു നിമിഷങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. അപ്പൊ ഇനി വീണ്ടും വരുമ്പോൾ നിങ്ങൾ കാണാൻ വരും കേട്ടോ. ഓക്കെ.